ഇന്ന് ജനുവരി 30 ഇന്നും നാളെയുമായിട്ട് തിയേറ്ററിലും അതുപോലെ തന്നെ OTT-യിലുമായിട്ട് എത്ര സിനിമകൾ റിലീസ് ചെയ്യുന്നെന്ന് നോക്കാം. പ്രധാനമായിട്ടും 16ഓളം സിനിമകളാണ് OTT-യിലും അതുപോലെ തന്നെ തിയേറ്ററുകളിലുമായിട്ട് സിനിമകൾ റിലീസിന് തയ്യാറെടുക്കുന്നത്. ആദ്യം നമുക്ക് തിയേറ്ററിൽ ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും ഒരു സിനിമയാണ് ഇന്ന് നമ്മുടെ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത്. അത് ബേസിൽ ജോസഫ് ചിത്രമായിട്ടുള്ള പൊന്മാൻ എന്ന് പറയുന്ന സിനിമയാണ്. ജ്യോതിഷ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു സിനിമ ഒരു ഡ്രാമ കാറ്റഗറിയിൽ പെടുന്ന സിനിമയാണ്. സിനിമ എന്തായാലും ഇപ്പോൾ നമ്മുടെ തിയേറ്ററുകളിൽ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നാളെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകൾ ഏതൊക്കെയെന്ന് നോക്കാം. ആദ്യത്തെ ചിത്രം എന്നുള്ളത് ഒരു ജാതി ജാതകം എന്ന് പറയുന്ന റൊമാൻറ്റിക് കോമഡി ഫിലിമാണ്. M. മോഹനൻ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു സിനിമയ്ക്കുള്ളിൽ വിനീത് ശ്രീനിവാസൻ, നിഖില വിമൽ അതുപോലെ തന്നെ ബാബു ആന്റണി തുടങ്ങിയവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സിനിമ നാളെ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് ഒരു ഡ്രാമ ത്രില്ലർ സിനിമയാണ്. സിനിമയുടെ പേര് പറന്ന് 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 ചെല്ലാൻ എന്നുള്ളതാണ്. ജിഷ്ണു ഹരീന്ദ്രവർമ്മ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു സിനിമയ്ക്കുള്ളിൽ സിദ്ധാർത്ഥ് ഭരതൻ അതുപോലെ തന്നെ സജിൻ ചെറുകയിൽ തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സിനിമയും നാളെ റിലീസ് ചെയ്യുന്നതാണ്. പ്രജേഷ് സെന്നിന്റെ ഡയറക്ഷനിൽ നാളെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ പോകുന്ന ദ സീക്രട്ട് വുമൺ എന്ന് പറയുന്ന ഡ്രാമ ത്രില്ലർ ചിത്രമാണ് അടുത്തതായിട്ടുള്ളത്. ഈ ഒരു സിനിമയ്ക്കുള്ളിൽ പ്രധാന കഥാപാത്രങ്ങളെ അജു വർഗീസ് അതുപോലെ തന്നെ നിരഞ്ജന അനൂപ് തുടങ്ങിയവരാണ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ദേശക്കാരൻ എന്ന് പറയുന്ന ഒരു ലോ ബഡ്ജറ്റ് സിനിമയും നാളെ തിയേറ്ററുകളിൽ റിലീസിന് തയ്യാറെടുക്കുകയാണ്. ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അജയ് കുമാർ ബാബു ആണ്. ഒരു ഡ്രാമ ജോണറിൽ വരുന്ന ഒരു ചിത്രം കൂടിയാണ് ദേശക്കാരൻ എന്നുള്ളത്. റോഷൻ ആൻഡ്രോസിന്റെ ഡയറക്ഷനിൽ നാളെ റിലീസിന് തയ്യാറെടുക്കുന്ന ദേവ എന്ന് പറയുന്ന സിനിമയാണ് അടുത്തതായിട്ടുള്ളത്. ഈ ഒരു സിനിമ ഒരു ആക്ഷൻ ത്രില്ലറിൽ ജോണറിൽ വരുന്ന സിനിമയാണ്. സിനിമയ്ക്കുള്ളിൽ ഷാഹിദ് കപൂർ അതുപോലെ തന്നെ പൂജ ഹെഗ്ഡെ തുടങ്ങിയവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും നാളെ മുതൽ ഈ ഒരു സിനിമ ഹിന്ദി ഭാഷയിൽ നമ്മുടെ തിയേറ്ററുകളിൽ അവൈലബിൾ ആയി തുടങ്ങും. അപ്പോൾ ഇത്രയും സിനിമകളാണ് ഇന്നും അതുപോലെ തന്നെ നാളെയുമായി നമ്മുടെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തതും ചെയ്യാൻ തയ്യാറെടുക്കുന്നതുമായിട്ടുള്ള ചിത്രങ്ങൾ എന്നുള്ളത്. ഇനി അടുത്തതായി OTT-യിൽ ഇന്നും അതുപോലെ തന്നെ ഇന്ന് അർദ്ധരാത്രിയോടുകൂടിയും റിലീസിന് തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെയെന്ന് നോക്കാം. അതിലെ ആദ്യത്തെ ചിത്രം എന്നുള്ളത് പുഷ്പ 2 എന്ന് പറയുന്ന സിനിമയാണ്. സിനിമ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. പാൻ ഇന്ത്യൻ ഭാഷകളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. കൂടാതെ ഈ ഒരു സിനിമയുടെ റീലോഡഡ് വേർഷനുമാണ് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു തെലുങ്ക് ത്രില്ലർ സിനിമയാണ്. പൊതുകഥ എന്നാണ് ചിത്രത്തിന്റെ പേരെന്നുള്ളത്. രക്ഷാവീരൻ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു സിനിമയും ഇപ്പോൾ ETV വിൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം വഴി അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. അടുത്തതായി ഒരു പഞ്ചാബി റൊമാൻറ്റിക് ഡ്രാമ സിനിമയാണ്. തബാഹ് എന്നാണ് ചിത്രത്തിന്റെ പേര്. ഈ ഒരു സിനിമയ്ക്കുള്ളിൽ വാമിക ഗബ്ബിയാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സിനിമ ചൗപാൽ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം വഴി ഇപ്പോൾ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സിനിമകളാണ് ഇന്ന് ഓൾറെഡി OTT-യിൽ റിലീസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇന്ന് അർദ്ധരാത്രിയോടുകൂടി അവൈലബിൾ ആയി തുടങ്ങുന്ന സിനിമകൾ ഏതൊക്കെയെന്ന് പരിശോധിക്കാം. അതിലെ ആദ്യത്തെ ചിത്രം എന്നുള്ളത് പ്രേക്ഷകർ അക്ഷമയോടെ കാത്തിരുന്നിട്ടുണ്ടായിരുന്ന അഖിൽ പോൾ ചിത്രം ഐഡന്റിറ്റി എന്ന് പറയുന്ന സിനിമയാണ്. ആക്ഷൻ ത്രില്ലർ ജോണറിൽ എത്തിയിട്ടുണ്ടായിരുന്ന ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ടൊവിനോ അതുപോലെ തന്നെ തൃഷ തുടങ്ങിയവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു സിനിമ ജനുവരി 31 അതായത് ഇന്ന് അർദ്ധരാത്രി മുതൽ C5 വഴി അവൈലബിൾ ആയി തുടങ്ങും. അടുത്തത് ധ്യാൻ ശ്രീനിവാസൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയിട്ടുണ്ടായിരുന്ന ഓശാന എന്ന് പറയുന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ ഒരു സിനിമ ഒരു റൊമാൻറ്റിക് കോമഡി ഡ്രാമ ജോണറിൽ വരുന്ന ഒരു ചിത്രം കൂടിയാണ്. NV മനോജ് സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു സിനിമ ഇന്ന് അർദ്ധരാത്രി മുതൽ മനോരമ മാക്സ് വഴി അവൈലബിൾ ആയി തുടങ്ങും. അടുത്തതും ഒരു ധ്യാൻ ശ്രീനിവാസൻ ചിത്രം തന്നെയാണ്. ധ്യാൻ ശ്രീനിവാസൻ അതുപോലെ തന്നെ ഷാജോൺ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന ത്രില്ലർ ചിത്രമാണ്. നവീൻ ജോൺ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു സിനിമയും ഇന്ന് അർദ്ധരാത്രി മുതൽ സൈന പ്ലേ വഴി അവൈലബിൾ ആയി തുടങ്ങും. അടുത്തതായി ഒരു തമിഴ് കോമഡി ഡ്രാമ സിനിമയാണ്. സിനിമയുടെ പേരെന്നുള്ളത് ബയോസ്കോപ്പ് ദ സ്റ്റോറി ഓഫ് ദ സ്റ്റോറി എന്നുള്ളതാണ്. ഈ ഒരു ചിത്രവും ഇന്ന് അർദ്ധരാത്രി മുതൽ ആഹാ തമിഴിലൂടെ അവൈലബിൾ ആയി തുടങ്ങും. അടുത്തതും ഒരു തമിഴ് ചിത്രത്തെ പറ്റി തന്നെയാണ് പറയാനുള്ളത്. ബാലാജി കേശവൻ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന എമക്കു തൊഴിൽ റൊമാൻസ് എന്ന് പറയുന്ന റൊമാൻറ്റിക് കോമഡി ഡ്രാമ ചിത്രമാണിത്. ഈ ഒരു സിനിമയ്ക്കുള്ളിൽ അശോക് സെൽവൻ അതുപോലെ തന്നെ അവന്തിക മിശ്ര തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സിനിമ ഇന്ന് അർദ്ധരാത്രി മുതൽ ടെന്റ് കോട്ട വഴി അവൈലബിൾ ആയി തുടങ്ങും. അടുത്തതായി ഒരു വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. ദ സീക്രട്ട് ഓഫ് ദ ഷിൽഡേഴ്സ് എന്നാണ് ചിത്രത്തിന്റെ പേരെന്നുള്ളത്. ഇതൊരു തെലുങ്ക് ത്രില്ലർ ഡ്രാമ ജോണറിൽ വരുന്ന ഒരു സീരീസ് കൂടിയാണ്. ഈ ഒരു സീരീസ് ഇന്ന് അർദ്ധരാത്രി മുതൽ ഹോട്ട്സ്റ്റാർ വഴി അവൈലബിൾ ആയി തുടങ്ങും. ഈ ഒരു സിനിമ തെലുങ്കിന് പുറമെ തമിഴ്, മലയാളം തുടങ്ങിയ ഭാഷകളിലും അവൈലബിൾ ആയി വരാൻ വേണ്ടി ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഡബ്ബിങ്ങിൽ എത്താൻ ചാൻസ് ഉണ്ട്. എന്തായാലും വന്നു കഴിഞ്ഞിട്ട് നമുക്ക് കൺഫേം ആക്കാം. അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ് വഴി ഇന്നൊരു ജാപ്പനീസ് സിനിമ കൂടി അല്ലെങ്കിൽ ജാപ്പനീസ് മിസ്റ്ററി ത്രില്ലർ ചിത്രം കൂടി പുറത്തിറങ്ങുന്നുണ്ട്. ഫേസ്ലെസ് എന്നാണ് ചിത്രത്തിന്റെ പേര്. ഈ ഒരു സിനിമയും ഇന്ന് അർദ്ധരാത്രി മുതൽ നെറ്റ്ഫ്ലിക്സ് വഴി അവൈലബിൾ ആയി തുടങ്ങും. ഈ ഒരു സിനിമയും മലയാളം, തമിഴ് ഡബ്ബ് തുടങ്ങിയ ആ ഒരു ലാംഗ്വേജസിലൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് റിലീസ് ചെയ്തതിന് ശേഷം കൺഫേം ആക്കാൻ സാധിക്കുന്ന ചിത്രം കൂടിയാണ്. അപ്പോൾ ഇത്രയും സിനിമകളാണ് ഇന്നും നാളെയുമായിട്ട് റിലീസ് ചെയ്തിരിക്കുന്നതും അല്ലെങ്കിൽ ചെയ്യാൻ തയ്യാറെടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള സിനിമകൾ എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഏത് സിനിമയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.